എല്ലാ ദിവസത്തെയും പോലെ 2025 ജൂലൈ 30 ഉച്ചകഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ ഉടനെ നിഷിത് വീട്ടിലേക്കെത്തി. ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന നിഷിത്തിന്റെ വീട് അവിടെ നിന്നും വെറും 6 കിലോമീറ്റർ അകലെയാണ്. ശാന്തിനികേതൻ ലേഔട്ടിനടുത്തായിരുന്നു. അന്നത്തെ ദിവസവും എല്ലാ ദിവസത്തെയും പോലെ തന്നെ വൈകുന്നേരം ഒരു 5:30 സൈക്കിളിൽ ട്യൂഷന് പോയി. വൈകുന്നേരം ഒരു 7-7:30 വീട്ടിൽ തിരികെ എത്താറുള്ളതാണ്. എന്നാൽ അന്ന് 8 മണിയായിട്ടും വീട്ടിലേക്ക് എത്തിയില്ല. വെറും 13 വയസ്സുള്ള കുട്ടി ഇത്രയും സമയമായിട്ടും വീട്ടിൽ തിരിച്ചെത്താതാകുമ്പോൾ കുടുംബാംഗങ്ങൾ വിഷമിക്കുന്നത് സ്വാഭാവികമാണ്. ഇവിടെയും നിഷിതിന്റെ മുത്തശ്ശൻ ട്യൂഷൻ സെന്ററിൽ ചെന്ന് നിഷിതിനെ കുറിച്ച് അന്വേഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകൻ അവരോട് നിഷിത് എല്ലാ ദിവസത്തെയും പോലെ കൃത്യസമയത്ത് എത്തിയിരുന്നു, ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ കൃത്യസമയത്ത് പോയി എന്നും പറഞ്ഞു. നിഷിതിന്റെ മുത്തശ്ശൻ കരുതിയത് അവൻ കൂട്ടുകാരുമൊത്ത് വഴിയിൽ എവിടെയെങ്കിലും നിപ്പുണ്ടാകും, തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്നാണ്. അങ്ങനെ അവനെ അന്വേഷിച്ച് വന്ന വഴിയെ ഇവർ നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ തെരുവുകളും അയൽപ്പക്കങ്ങളും എല്ലാം നോക്കി നടക്കുമ്പോൾ ഒരു പാർക്കിന് സമീപം പാർക്ക് ചെയ്തിരുന്ന സൈക്കിൾ അവർ കാണുന്നു. ആ സൈക്കിൾ മറ്റാരുടേതുമല്ല, നിഷിതിന്റേതാണ്. എന്നാൽ അവനെ അവിടെ എവിടെയും കണ്ടില്ല. ഇപ്പൊ ഉടൻ തന്നെ അവർ വീട്ടിലേക്ക് മടങ്ങി. തുടർന്ന് കുടുംബം മുഴുവനും അവരുടെ കുട്ടിയെ തിരയാൻ തുടങ്ങി. അയൽപ്പക്കത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷെ ആർക്കും നിഷിതിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. 2 മണിക്കൂറിലേറെയായി. നിഷിത് ഇനിയും വീട്ടിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷ പതിയെ പതിയെ മങ്ങാൻ തുടങ്ങി. രാത്രി ഒരു 10:30 അച്ഛനായ ഹുലിമാബു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മകനെ കാണാനില്ല എന്നൊരു പരാതി നൽകി. ട്യൂഷൻ സെന്ററിൽ നിന്നും നിഷിതിന്റെ വീട്ടിലേക്കുള്ള വഴികളിലെ എല്ലാ CCTV ക്യാമറകളും ഉടൻ തന്നെ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് അവർക്ക് വലിയൊരു സൂചനയും ലഭിച്ചു. ഒരു CCTV ദൃശ്യത്തിൽ നിഷിത് ഹെൽമറ്റ് ധരിച്ച ഒരാളുമായി പൾസർ ബൈക്കിൽ പോകുന്നത് പോലീസ് കണ്ടു. കുടുംബങ്ങൾക്ക് ദൃശ്യം കാണിച്ചു കൊടുത്തപ്പോൾ ആ വ്യക്തി ആരാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹെൽമറ്റും മുഖവും എല്ലാം മറച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ എന്തായാലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നിഷിത് ആ ബൈക്ക് യാത്രക്കാരനുമായി പോകുന്നത് തോന്നുമ്പോൾ അവന് നന്നായി അറിയാവുന്ന ഏതോ ഒരു വ്യക്തി തന്നെ ആയിരിക്കണം അത്. ആരും അവനെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ഫോൺ റിങ് ചെയ്യുമ്പോൾ തന്നെ കുടുംബാംഗങ്ങളുടെ ഹൃദയം വല്ലാതെ ഭയപ്പെടും. ഈ ഒരു കേസിലും സമാനമായ ഒരു കാര്യം സംഭവിച്ചു. രാത്രി 1 മണിക്ക് നിഷിതിന്റെ അമ്മ സവിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ആ കോളായിരുന്നു ഈ ഒരു കേസിന്റെ ദിശ തന്നെ മാറ്റിയത്. തീർച്ചയായും ഈ ഒരു കേസിന്റെ ഫലം നിങ്ങളുടെ ഹൃദയത്തെ നടുക്കുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്യും. നിഷിത് എന്ന ആ 13 വയസ്സുകാരന് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. നിഷിത് മാതാപിതാക്കൾക്ക് ഏക മകനായിരുന്നു. അവന്റെ അച്ഛൻ ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. അമ്മ സവിത ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇവരുടെ കൂടെ തന്നെയായിരുന്നു മുത്തശ്ശനും താമസിച്ചിരുന്നത്. സൈക്ലിങ്ങും ഫുട്ബോളും ഇഷ്ടപ്പെടുന്ന വളരെ ശാന്തമായ ഒരു പ്രകൃതമായിരുന്നു നിഷിതിൻ്റെത്. ഒരിക്കലും തന്റെ കുടുംബത്തെ അറിയിക്കാതെ വീട്ടിൽ നിന്നും അവൻ പുറത്തിറങ്ങിയിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ അവൻ എവിടെ പോയി, ആരുമായി പോയി? രാത്രി 1-ന് നിഷിതിന്റെ അമ്മയുടെ ഫോണിലേക്ക് വന്ന ആ വാട്സപ്പ് കോൾ അതായിരുന്നു ഈ കേസിന്റെ മുഴുവൻ ചിത്രവും മാറ്റിമറിച്ചത്. ഇപ്പൊ തന്നെ നിങ്ങൾ പലരും ഊഹിച്ചെടുത്തിട്ടുണ്ടാകും, സംശയിച്ചത് ശരിയാണ്. ഫോൺ വിളിച്ചത് അവനെ തട്ടിക്കൊണ്ടുപോയവരായിരുന്നു. 5 ലക്ഷം രൂപയായിരുന്നു ആവശ്യപ്പെട്ടത്. പോലീസിൽ അറിയിക്കരുത്, അങ്ങനെ അറിയിച്ചാൽ മകൻ മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി. തങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ ഇപ്പോൾ മറ്റൊരാളുടെ കൈകളിലാണ്. ആ അച്ഛന്റെയും അമ്മയുടെയും ഹൃദയം തന്നെ തകർന്നു പോയി. അമ്മ കരയാൻ തുടങ്ങി. തട്ടിക്കൊണ്ടുപോയവരോട് ഒരൽപ്പം കരുണ കാണിക്കാൻ യാചിച്ചു. താമസിക്കാതെ പണം നൽകാനും സമ്മതിച്ചു. കുട്ടിയെ സുരക്ഷിതമായി തിരികെ നൽകണമെന്ന് അഭ്യർത്ഥന മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ പോലീസിൽ പറഞ്ഞില്ലെങ്കിൽ ഈ പണം കൈപ്പറ്റിയതിനു ശേഷം തങ്ങളുടെ മകനെ ജീവനോടുകൂടി അവർ നൽകുമെന്ന് എന്താണ് ഉറപ്പ്? അതിനാൽ ഒട്ടും വൈകിക്കാതെ നിഷിതിന്റെ അച്ഛൻ പോലീസിനോട് ഈ കോളിനെ കുറിച്ചെല്ലാം പറഞ്ഞു. കോൾ വന്ന നമ്പർ പോലീസ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നിഷിതിന്റെ അമ്മയ്ക്ക് വാട്സപ്പിൽ ഹിന്ദിയിൽ ഒരു സന്ദേശം ലഭിച്ചു. അതിൽ പറഞ്ഞിരുന്നത്,
എനിക്ക് പണം നൽകുക, നിങ്ങളുടെ കുട്ടിയെ സുരക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് തരാം. ഇങ്ങനെയായിരുന്നു അതിലുണ്ടായിരുന്നത്. പണം നൽകാൻ അവർ ഇതിനകം തയ്യാറായിരുന്നു. ഈ പണം എവിടെയാണ് എത്തിക്കേണ്ടത് എന്നും ചോദിച്ചു. ഈ തട്ടിക്കൊണ്ടുപോയ ആളുടെ സന്ദേശം വന്നത് ഉടൻ തന്നെ സ്ഥലം അറിയിക്കാം എന്നാണ്. ഈ വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം പോലീസ് ഇങ്ങനെ നിരീക്ഷിച്ചു വരികയാണ്. ഈ തട്ടിക്കൊണ്ടുപോയവർ സ്ഥലം അറിയിക്കുന്നതുവരെയും പോലീസ് കാത്തിരിക്കുകയായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തട്ടിക്കൊണ്ടുപോയവർ ഈ പണം എടുത്ത് വീട്ടിൽ നിന്നും ഏകദേശം 56 കിലോമീറ്റർ അകലെയുള്ള എല്ലച്ചിറ ഹള്ളി മെട്രോ സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. നിഷിതിന്റെ പിതാവ് 5 ലക്ഷം രൂപയുമായി മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. സാധാരണ വസ്ത്രം ധരിച്ച പോലീസുകാരും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. പോലീസുകാർ വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഏറെ സമയം കാത്തിരുന്നിട്ടും ആരും വന്നില്ല. തട്ടിക്കൊണ്ടുപോയവർ ഒരു പക്ഷെ പോലീസുകാർ വരുന്നുവെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് നിഷിതിന്റെ പിതാവ് കരുതി. അതുകൊണ്ടായിരിക്കുമോ അവർ വരാത്തത്? പോലീസിനോട് പറയരുത് എന്ന് അവർ ഇതിനകം തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പോലീസിനെയും ഉൾപ്പെടുത്തിയതിനെ ഓർത്ത് അദ്ദേഹം ദുഃഖിക്കാൻ തുടങ്ങി. തുടർന്ന് തട്ടിക്കൊണ്ടുപോയ ആളിൽ നിന്നും മറ്റൊരു വാട്സപ്പ് സന്ദേശം ലഭിച്ചു. അതിൽ പണം എടുത്ത് മറ്റൊരു സ്ഥലമായ വേഗ സിറ്റി മാളിന് പുറത്തുള്ള ഒരു ചവിറ്റുകുട്ടയിൽ ഇടാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇത്തവണ നിഷിതിന്റെ അച്ഛൻ ഒറ്റയ്ക്ക് തന്നെ വേഗ സിറ്റി മാളിലേക്ക് എത്തി. പോലീസിന്റെ കണ്ണിൽ പെടാതെ, ആരെയും അറിയിക്കാതെ പണം ചവിറ്റുകുട്ടയിൽ ഇട്ടതിനു ശേഷം അയാൾ അകലെ നിന്നുകൊണ്ട് മകൻ തിരികെ വരുന്നതും നോക്കി നിന്നു, കാത്തിരുന്നു. രാത്രി ഏറെ വൈകി. ആ റോഡിൽ നിശബ്ദത മാത്രം ബാക്കിയായി. അത്തരമൊരു സാഹചര്യത്തിൽ കാത്തിരിപ്പിന്റെ ഓരോ നിമിഷവും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും. എന്നാൽ ഒരുപാട് സമയമായിട്ടും ആരും അവിടെ എത്തിയില്ല. തട്ടിക്കൊണ്ടുപോയാൽ സന്ദേശം അയച്ച നമ്പറിലേക്ക് ഇപ്പോൾ നിഷിതിന്റെ അച്ഛൻ വിളിച്ചു. പക്ഷെ ആ ഫോൺ നമ്പർ അപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അച്ഛന് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. തട്ടിക്കൊണ്ടുപോയവർ പണം എടുക്കാൻ വന്നില്ല, മകനെ കണ്ടെത്തിയിട്ടും ഇല്ല. ഇപ്പോ പോലീസിനെ അറിയിക്കുക എന്നതല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗമുണ്ടായിരുന്നില്ല. വിവരം ലഭിച്ച ഉടൻ തന്നെ വേഗ സിറ്റി മാളിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പോലീസ് പട്രോളിംഗ് ആരംഭിച്ചു. പക്ഷേ സംശയിക്കപ്പെടുന്ന ആരെയും കണ്ടില്ല. അത്ഭുതകരമായ ഒരു കാര്യം, തട്ടിക്കൊണ്ടുപോയവർ മോചനദ്രവ്യം വാങ്ങാനും വന്നില്ല. അവർ പിന്നീട് ഒരു സന്ദേശമോ കോളോ ഒന്നും ചെയ്തില്ല. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ തട്ടിക്കൊണ്ടുപോയവരുമായി ബന്ധപ്പെട്ട എല്ലാ നമ്പരും വിദേശത്തേക്കാണ് കാണിച്ചത്. എന്തായാലും പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു, ഇരയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഏതോ ഒരാൾ തന്നെയാണ് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ആ വ്യക്തി ആരാണ്? ഇതിനുള്ള ഉത്തരമായിരുന്നു ഇനി ലഭിക്കേണ്ടത്. നിഷിതിനെ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയി 12 മണിക്കൂറിലേറെയായി. എന്നാൽ തട്ടിക്കൊണ്ടുപോയവരിൽ നിന്നും പൂർണ്ണ നിശബ്ദത മാത്രമായിരുന്നു. സംഭവത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ വൈകുന്നേരം ഒരു 5:30 കഗലിപുര റോഡിന് സമീപമുള്ള വിജനമായ ഒരു പ്രദേശത്ത് പശുക്കളെയും ആടുകളെയും മേയ്ക്കാൻ വന്ന ഒരാൾ ഒരു മൃതദേഹം കണ്ടെത്തി. പോലീസിനെ ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്തു. പോലീസ് സംഘം ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. അവിടെ പാതി കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി. മുഖം പൂർണ്ണമായും കത്തിക്കരിഞ്ഞിട്ടുണ്ട്. വസ്ത്രങ്ങളും ചെരുപ്പുകളും വലിയ തോതിൽ കത്തിക്കരിഞ്ഞു. എന്നാൽ മൃതദേഹത്തിന്റെ വലിപ്പത്തിൽ നിന്ന് തന്നെ ഇത് ഒരു കുട്ടിയുടേതാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ബന്നാർഘട്ട പോലീസ് ഉടൻ തന്നെ ഹലീമ പോലീസിനെ വിവരം അറിയിച്ചു. അവർ നിഷിതിന്റെ ഫോട്ടോയുമായി സ്ഥലത്തെത്തി. എന്നാൽ ഇപ്പോഴും നിഷിതിന്റെ മാതാപിതാക്കൾ മകനെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. മൃതദേഹം തിരിച്ചറിയാൻ പോലീസിൽ നിന്നും ഒരു കോൾ ലഭിക്കുന്നത് വരെയും അവർക്ക് ആ പ്രതീക്ഷയുണ്ടായിരുന്നു. കോൾ വന്നതിനു ശേഷം എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങി. ശത്രുക്കൾക്ക് പോലും ആരും ആഗ്രഹിക്കാത്ത ഒരു കോളായിരുന്നു അത്. നിർഭാഗ്യവശാൽ പകുതി കീറിയ വസ്ത്രങ്ങളുടെ ശേഷിക്കുന്ന കഷ്ണങ്ങളും അരയിൽ കെട്ടിയ വെള്ളി നൂലും എല്ലാം വച്ച് അത് നിഷിതിന്റെ ഡെഡ് ബോഡിയാണെന്ന് സ്ഥിരീകരിച്ചു. കുടുംബത്തിൽ ആർക്കും ശത്രുതയോ ശത്രുക്കളോ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ആ വീടിന്റെ വിളക്കിനെ ആരാണ് കെടുത്തിയത്? നിരവധി ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും ഉത്തരമൊന്നും ലഭിച്ചില്ല. കാണാതായതായി രജിസ്റ്റർ ചെയ്ത ഈ ഒരു കേസ് തട്ടിക്കൊണ്ടുപോകൽ പരാതിയിൽ നിന്നും ഒരു കൊലപാതക കേസായി തന്നെ മാറി. തട്ടിക്കൊണ്ടുപോയവരുടെ ഈ ഒരു ലൊക്കേഷൻ കണ്ടെത്താൻ 20 പോലീസ് അടങ്ങുന്ന ഒരു സംഘം കഠിനമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ ലൊക്കേഷൻ വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ലൊക്കേഷൻ കണ്ടെത്തുക ഒരൽപ്പം സങ്കീർണമായിരുന്നു. ഇപ്പോൾ പോലീസിനൊപ്പം സംസ്ഥാന ഇന്റലിജൻസ് ബ്രാഞ്ചും സെൻട്രൽ ക്രൈം ബ്രാഞ്ചും ഇതിൽ ചേർന്നു. വളരെയധികം കഠിനാധ്വാനത്തിന് ശേഷം തട്ടിക്കൊണ്ടുപോയയാളുടെ മറ്റൊരു മൊബൈൽ നമ്പറിന്റെ സൂചന പോലീസിന് ലഭിച്ചു. ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നു ഇത് രണ്ടും കാണിച്ചത്. എന്നാൽ ഈ നമ്പറിനെ കുറിച്ച് പോലീസ് അറിയുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തട്ടിക്കൊണ്ടുപോയവർക്ക് അറിയില്ല. എന്നിരുന്നാലും ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി പുലർച്ചെ 1 മണിക്ക്
അതായത് നിഷിത്തിന്റെ മൃതദേഹം കണ്ടെത്തി ഏകദേശം 7 മണിക്കൂറിന് ശേഷം ബന്നാർഘട്ട വനത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിന് സമീപം തട്ടിക്കൊണ്ടുപോയവരുടെ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചു. ഇൻസ്പെക്ടർ കുമാരസ്വാമി, BGM, സബ് ഇൻസ്പെക്ടർ അരവിന്ദ് കുമാറും ചേർന്ന് ഒരു പോലീസ് സേനയെ നയിച്ചുകൊണ്ട് അവിടെ ചെന്നു. സ്കൂട്ടിയിൽ ഓടി രക്ഷപ്പെടുകയായിരുന്ന തട്ടിക്കൊണ്ടുപോയ 2 പേരെയും പോലീസ് കണ്ടു. അവരെ നോക്കി ആകാശത്തേക്ക് വെടിയുതിർത്തു. എന്നിട്ട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊക്കെയാണെങ്കിലും പ്രതികൾ രക്ഷപ്പെടുവാൻ ശ്രമിക്കുക മാത്രമല്ല, അവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കടാര ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് സ്വയം പ്രതിരോധത്തിനായി തട്ടിക്കൊണ്ടുപോയ 2 പേരുടെയും മുട്ടിന് താഴെ വെടിവെച്ചു. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുകയും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പ്രതിയെ തിരിച്ചറിയാൻ നിഷിതിന്റെ കുടുംബത്തെ വിളിച്ചപ്പോൾ മകന്റെ കൊലപാതകയെ കണ്ട് അവർ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ സൂത്രധാരൻ മറ്റാരുമായിരുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഡ്രൈവർ ഗുരുമൂർത്തിയായിരുന്നു. ബാംഗ്ലൂരിലെ വ്യൂവേഴ്സ് കോളനിയിൽ താമസിച്ചിരുന്ന 27-കാരനായ ഗുരുമൂർത്തി ഡ്രൈവ് യു എന്ന കമ്പനിയിൽ പ്രൊഫഷണൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. സ്വകാര്യ കാർ ഉടമകൾക്ക് ഡ്രൈവർമാരെ നൽകുന്ന ഒരു കമ്പനിയാണത്. നിഷിതിന്റെ കുടുംബം ഏകദേശം 8 മാസം മുൻപ്, അതായത് 2024 ഡിസംബർ മാസത്തിൽ നിഷിതിന്റെ അമ്മയായ സവിത ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനും കുടുംബം വിനോദയാത്രകൾക്ക് പോകാനും ഡ്രൈവറായ ഗുരുമൂർത്തിയെ നിയമിച്ചു. എന്നാൽ ഗുരുമൂർത്തിയുടെ വെറുപ്പുളവാക്കുന്ന ഭൂതകാലത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. 2020 കൊണാനക്കുണ്ട പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരം ഗുരുമൂർത്തിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സാക്ഷി അവസാന നിമിഷം കൂറുമാറിയതിനാൽ അയാളെ കുറ്റവിമുക്തനാക്കി മാറ്റി. ഒരു പ്രശസ്ത ആപ്പിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നതിനാൽ ഗുരുമൂർത്തിയുടെ ഈ പോലീസ് വെരിഫിക്കേഷൻസ് ഒക്കെ നടത്തേണ്ടത് ആവശ്യമാണ് എന്നും ഈ ഒരു കുടുംബം കരുതിയില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗുരുമൂർത്തി മുഴുവൻ കുടുംബത്തിന്റെയും വിശ്വാസം നേടി. നിഷിതുമായി വളരെ അടുപ്പത്തിലായി. ഡ്രൈവർ ആയതിനാൽ ഓഫീസ്, സ്കൂൾ, വീട്, കുടുംബം, വിനോദയാത്ര ഇങ്ങനെ എല്ലായിടത്തും അയാൾ ഉണ്ടാകും. വാസ്തവത്തിൽ അയാളുടെ ഉദ്ദേശം ഇതിനകം തന്നെ വളരെ മോശമായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ മനസ്സും കാതുകളും എപ്പോഴും ആ കുടുംബകാര്യത്തിൽ തന്നെ വ്യാപൃതനായിരുന്നു. നിഷിതിന്റെ മാതാപിതാക്കൾ 2 പേരും നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് അവൻ നന്നായി തന്നെ അറിയാം. അതിനാൽ സാമ്പത്തിക സ്ഥിതി ഉറച്ചതാണ്. കൂടാതെ ഒരിക്കൽ നിഷിതിന്റെ മുത്തശ്ശൻ അദ്ദേഹം വാങ്ങാനായി പദ്ധതിയിട്ടിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവൻ പരോക്ഷമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. ഏക മകനായതിനാൽ എല്ലാവരും നിഷിതിനെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നും അവർ അവനു വേണ്ടി എന്തും ചെയ്യാൻ കഴിയുമെന്നും അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് കുറുക്കു വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള അവന്റെ അമിതമായ ആഗ്രഹം പിന്നീട് നിഷിതിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്രധാന ലക്ഷ്യമാക്കി മാറ്റി. എല്ലാവരും ദിവസവും ചെയ്യുന്ന കാര്യങ്ങളും ദിനചര്യകളും എല്ലാം ഗുരുമൂർത്തിക്ക് അറിയാമായിരുന്നു. അതിനാൽ അതിനനുസരിച്ച് അവൻ പദ്ധതി തയ്യാറാക്കി. ജൂലൈ 30 വൈകുന്നേരം നിഷിത് ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വരുമ്പോൾ ഗുരുമൂർത്തി ബൈക്കിൽ അവന്റെ അടുത്തേക്ക് വന്നു. ചാറ്റ് കഴിക്കാൻ വേണ്ടി തന്നോടൊപ്പം വരാനായി നിഷിതിനോട് ആവശ്യപ്പെട്ടു. ഗുരുമൂർത്തി വീട്ടിലെ സ്ഥിരം ഡ്രൈവർ ആയതിനാൽ അയാളുടെ ദുരുദ്ദേശത്തെക്കുറിച്ച് അറിയാത്ത നിഷിത് പാർക്കിന് സമീപം അവന്റെ സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് ബൈക്കിൽ അവനോടൊപ്പം പോയി. ചാറ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചു. ഗുരുമൂർത്തി ഇതിന് മുൻപ് തന്നെ ഒരു ദിവസം നിഷിതിനെയും കൂട്ടി ഇതേ രീതിയിൽ പാനിപ്പൂരി കഴിക്കാൻ കൊണ്ടുപോയിരുന്നു. അപ്പോഴും അയാളുടെ ഉദ്ദേശം ഇതായിരുന്നു. തട്ടിക്കൊണ്ടുപോകേണ്ട യഥാർത്ഥ ദിവസം താൻ വിളിച്ചാൽ വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് മാത്രമായിരുന്നു അന്ന് നടത്തിയത്. ഗുരുമൂർത്തി ഈ പദ്ധതിയിൽ ഗോപി എന്ന ഗോപാലകൃഷ്ണൻ എന്നയാളെയും ഉൾപ്പെടുത്തിയിരുന്നു. 25-കാരനായ ഗോപി തൊഴിൽപരമായി ഒരു സ്വകാര്യ കേബിൾ ഓപ്പറേറ്റർ സ്ഥാപനത്തിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്നു. അടുത്തിടെ ഒരു വൃദ്ധസദനത്തിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്ന ഒരു ജോലി അയാൾക്ക് ലഭിച്ചു. അവിടെ നിന്നും ഗോപി 75 വയസ്സുള്ള ഒരു വ്യക്തിയുടെ സിം കാർഡും മൊബൈൽ ഫോണും മോഷ്ടിച്ചു. സിം കാർഡ് ഗുരുമൂർത്തിക്ക് നൽകുകയും ഫോൺ സ്വയം സൂക്ഷിക്കുകയും ചെയ്തു. അതേ സിം കാർഡ് ഉപയോഗിച്ച് ഗുരുമൂർത്തി ഒരു സ്പെയർ മൊബൈൽ ഫോൺ വാങ്ങി. അതിൽ വാട്സ്ആപ്പ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തു. റാൻഡം കോളുകളും സന്ദേശം അയക്കുകയും ചെയ്തു. വൃദ്ധസദനത്തിൽ നിന്നും ഫോൺ മോഷ്ടിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതികളൊന്നും നൽകാത്തതിനാൽ പോലീസിനും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഗുരുമൂർത്തിയെ പോലീസുകാർക്കാർക്കും സംശയമില്ല എന്ന് അവനും മനസ്സിലായി. എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ബാംഗ്ലൂർ സിറ്റി പോലീസിലെ സോഷ്യൽ മീഡിയ വിഭാഗത്തിലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു ഇവന്റെ സഹോദരൻ. ഈ സഹോദരനിൽ നിന്നായിരുന്നു ഗുരുമൂർത്തിക്ക് വിവരം ലഭിച്ചത്. നിലവിൽ മിഡിൽ ഈസ്റ്റ് എംബസിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. പക്ഷെ അയാൾക്ക് പോലും സഹോദരൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. നിഷിതിനെ ജീവനോടെ വിടാൻ ഒരിക്കലും ഗുരുമൂർത്തി ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കാരണം പണം വാങ്ങിയതിനു ശേഷം നിഷിതിനെ വിട്ടയച്ചാൽ അയാളുടെ വ്യക്തിത്വം വെളിപ്പെടുമെന്നും അയാൾ പിടിക്കപ്പെടുമെന്നും അയാൾക്ക് അറിയാമായിരുന്നു. അതിനാൽ
തട്ടിക്കൊണ്ടു പോകൽ എന്ന പേരിൽ പണം വാങ്ങുകയും അവനെ കൊല്ലണം എന്നുള്ളതായിരുന്നു അവന്റെ പദ്ധതി. VPNഉം ഇന്റർനെറ്റ് കോളിംഗും കാരണം അയാളുടെ നമ്പർ വിദേശത്താണെന്ന് കാണിച്ചു. തട്ടിക്കൊണ്ടുപോയവർ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് പോലീസ് കരുതണം എന്നുള്ളതിന് വേണ്ടി അയാൾ വാട്സപ്പ് മെസ്സേജ് ഹിന്ദിയിലാക്കി. പോലീസ് തന്നെ പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പണം കൊണ്ടുവരാനായി ഗുരുമൂർത്തി നിഷിതിന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. എങ്കിലും ഒരു പക്ഷേ സാധാരണ വസ്ത്രരീതിയിൽ വന്ന പോലീസുകാരെ അയാൾ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം വേഗ സിറ്റി മാളിലേക്ക് പണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ അയാൾ പ്രൊഫഷണൽ കിഡ്നാപ്പറൊന്നും ആയിരുന്നില്ല. അതിനാൽ പിടിക്കപ്പെടും എന്ന് ഭയന്ന് അയാൾ പണം വാങ്ങാനും വന്നില്ല. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അതിനുശേഷം മനുഷ്യത്വത്തിന്റെ എല്ലാ പരിധികളും ലംഘിച്ചു. ഈ രണ്ടുപേരും നിഷിതിന്റെ കൈകൾ കെട്ടിയിട്ട് ആദ്യം അവനെ ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. 13 വയസ്സുള്ള ഒരു കുഞ്ഞ് അനുഭവിച്ചിരിക്കാവുന്ന ഭയവും വേദനയും ഒക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഗുരുമൂർത്തിയും ഗോപിയും സംഭവം നടന്നതിന് ശേഷം കഗലിപുരം റോഡിനരികിലുള്ള ഒരു വിജനമായ പ്രദേശത്ത് പെട്രോൾ ഒഴിച്ച് ആ മൃതദേഹം കത്തിച്ചു. വിശ്വാസമാണ് തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അയൽക്കാരൊക്കെ പലർക്കും ഒരു കുടുംബം പോലെ തന്നെയാണ്. ഡ്രൈവർമാരും വീട്ടുജോലിക്കാരും എല്ലാം കുടുംബത്തിലെ അംഗമായി തന്നെ മാറിക്കഴിഞ്ഞു. കുട്ടികളാണെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരെയും നോക്കി ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖമുള്ളവരായി മാറിയിരിക്കുന്നു. എന്നാൽ എവിടെയോ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപരിചിതർ മാത്രമല്ല, ഒരു പക്ഷെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ തന്നെ നമുക്ക് ഭീഷണിയായി മാറും. ഇന്നത്തെ ഈ സുരക്ഷ എന്നത് വാതിൽക്കൽ ആരാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ നമ്മുടെ മതിലുകളേക്ക് കൂടുതൽ ഉയർത്തിക്കെട്ടുകയാണ്. പക്ഷെ യഥാർത്ഥ അപകടം ഇപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി മുൻവാതിലൂടെ കടന്നു വരാം. ഇത് ബാംഗ്ലൂരിൽ നടന്ന ഒരു കുറ്റകൃത്യം മാത്രമല്ല. അവസരം വരുമ്പോൾ അത്യാഗ്രഹം, നിസ്സഹായത, വിശ്വാസം ഇവയെല്ലാം ആയുധമാക്കി മാറ്റുന്ന നമ്മുടെ ഒരു സമൂഹത്തിന്റെ തന്നെ കണ്ണാടിയാണ്. എല്ലാം സുരക്ഷിതമാണ് എന്ന് തോന്നുന്ന ഒരു കാലത്തേക്ക് നമുക്ക് തിരികെ പോകാനൊന്നും കഴിയില്ല. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവബോധം, സംവിധാനങ്ങൾ, നമ്മുടെ കുട്ടികളെ കൂടുതൽ സുരക്ഷിതരാക്കുന്ന കാര്യങ്ങൾ, ഇവയിലൂടെയെല്ലാം നിഷ്കളങ്കത പോലും ജാഗ്രത പാലിക്കുകയും വിശ്വസിക്കുന്നതിന് മുൻപ് പരീക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ഇനി അങ്ങോട്ടിങ്ങനെ തന്നെ തുടരാം. എന്നാൽ നമ്മൾ എപ്പോഴും ജാഗ്രത പാലിക്കുകയും അവബോധം പുലർത്തുകയും വേണം. നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ ആ ഇരുട്ട് അവരിലേക്ക് എത്തുന്നത് നമുക്ക് തടയാൻ കഴിയും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.